Dear children, Chapter 11 Previous Questions Discussion Session 4th പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2011 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡാഷ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കണ്ടുപിടിക്കുന്നതിനാണോ? അല്ല, ക്യാപിറ്റൽ. അല്ലേ? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്തിനാണ് നമ്മൾ തയ്യാറാക്കുന്നത്? ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനാണ്. അല്ലേ? അതായത് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. പർച്ചേസസ് ആൻഡ് സെയിൽസും അല്ല. അപ്പൊ ആൻസർ ഏതാണ്? ക്യാപിറ്റൽ ആണ്. Next, a trader prepared his books under single entry system, approached you for making it acceptable to the tax authorities. Explain the procedure. ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന ഒരു ട്രേഡർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു. ആ കണക്കുകൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കാൻ പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ തയ്യാറാക്കുന്ന കണക്കുകളൊന്നും ഇൻകം ടാക്സ് അതോറിറ്റീസ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ലേ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പിന്നെ ഉള്ള വഴി എന്താണ്? സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പം കൺവേർട്ട് ദ സിംഗിൾ എൻട്രി സിസ്റ്റം ടു ഡബിൾ എൻട്രി സിസ്റ്റം. അതിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ പ്രൊസീജിയർ? നമുക്കറിയാം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ പല ഇൻഫോർമേഷൻസ് മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നീട് വേണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് മിസ്സിംഗ് ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കുക എന്നാണ്. എന്തൊക്കെയാണോ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് അതെല്ലാം അതിനോടനുബന്ധിച്ച അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കി നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പം ടു ഫൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ തയ്യാറാക്കും അല്ലേ. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ്, സമ്മറി ഓഫ് ക്യാഷ് തയ്യാറാക്കിയാൽ ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ എമൗണ്ട് ഓഫ് ബിൽസ് റിസീവബിൾസ് ആൻഡ് ബിൽസ് പേയബിൾ, എത്ര രൂപയുടെ ബിൽസ് റിസീവബിൾ ഉണ്ട് ടോട്ടൽ, അതുപോലെ ബിൽസ് പേയബിൾ എത്രയുണ്ട്. ടു ഫൈൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും അതുപോലെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസിന്റെയും ക്രെഡിറ്റ് സെയിലിന്റെ ഒക്കെ എമൗണ്ട് കണ്ടുപിടിക്കണം. പിന്നെ ഫൈൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സിന്റെ എല്ലാം ക്ലോസിംഗ് ബാലൻസ് വേണം. ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം, ക്ലോസിംഗ് സ്റ്റോക്ക് വേണം. അതുപോലെ ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും വേണം. ടോട്ടൽ പർച്ചേസ് എന്ന് പറയുമ്പം എന്താ? ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ്. ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. നമുക്ക് പിന്നെ അങ്ങനെ ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ദെൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് പ്രൊസീജിയർ. അപ്പം മാർക്കിനനുസരിച്ച് എക്സ്പ്ലനേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പാഠഭാഗം നമ്മൾ പഠിച്ചപ്പോഴും. നെക്സ്റ്റ്, മിട്ടു കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി. മിട്ടു തന്നെ ബുക്സ് എല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഓൺ 1st January 2010 ഹിസ് റെക്കോർഡ് ഇൻഡിക്കേറ്റഡ് ദി ഫോളോയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. 2010 ജനുവരി 1 അദ്ദേഹത്തിന്റെ റെക്കോർഡുകളിലെ അസറ്റ്സും ലയബിലിറ്റീസുമാണ് തന്നിരിക്കുന്നത്. അതായത് ഓപ്പണിംഗ് ലിസ്റ്റ് ഓഫ് അസറ്റ്സും ലയബിലിറ്റീസുമാണ് ഈ തന്നിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഇയർ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ₹10,000 ആസ് ഫർദർ ക്യാപിറ്റൽ ആൻഡ് വിഡ്രോ ₹800 എവരി മന്ത്. അപ്പോൾ ആ വർഷം അദ്ദേഹം ഒരു 10,000 രൂപ വീണ്ടും ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അഡീഷണൽ ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000. പിന്നെ വിഡ്രോ ₹800 എവരി മന്ത്. 800 രൂപ വെച്ച് ഓരോ മാസവും വിഡ്രോ ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോ, എവരി മന്ത് എന്നുള്ളത്. ഈ എവരി മന്തിൽ ഓരോ മാസവും 800 രൂപ വെച്ചിട്ടാണ് ഇവിടെ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 800 × 12, അപ്പം 9,600 rupees ആണ് ആ അക്കൗണ്ടിങ് ഇയറിൽ ടോട്ടൽ വിഡ്രോയിങ്സ്. അപ്പോൾ അത് മറന്നു പോകരുത്. തന്നിരിക്കുന്നത് പെർ മന്ത് ആണോ ഒരു ഇയർലി ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. മന്ത് ആണെങ്കിൽ ഇയർലേതാക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് എഴുതാൻ. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് 9,600 പകരം 800 ഇട്ടെന്നാൽ നമ്മുടെ ആൻസർ തെറ്റും. നെക്സ്റ്റ്, ഓൺ 31st December 2010 ഹിസ് പൊസിഷൻ വാസ് ആസ് ഫോളോസ്. 2010 ഡിസംബർ 31 അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അതായത് ആ ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും, അതായത് ക്ലോസിംഗ് ലിസ്റ്റ് ഓഫ് അസറ്റ്സും ലയബിലിറ്റീസും തന്നിരിക്കുന്നു. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ
ബൈ യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് ഈ അക്കൗണ്ടിങ് ഇയറിൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇൻഫോർമേഷൻസ് മിസ്സിംഗ് ആണ്. നമുക്കിവിടെ ക്യാപിറ്റൽ ബാലൻസുകൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ലിസ്റ്റ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതുപോലെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 എമൗണ്ടുകൾ 2 സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഈ ക്യാപിറ്റലിലെ ബാലൻസുകൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഡേറ്റ് കൊടുക്കുക, ഒരു എമൗണ്ട് കോളത്തിൽ ക്ലോസിംഗ് ഡേറ്റ്. അതുപോലെ തന്നെ അസറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം കൊടുക്കുക. അപ്പോൾ ഇവിടെ അസറ്റ്സ് എല്ലാം നമുക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ബാങ്ക് അസറ്റാണ്, സ്റ്റോക്ക് അസറ്റാണ്, ഡെറ്റേഴ്സ് അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്, മെഷീനറി അസറ്റാണ്, മോട്ടോർ കാർ അസറ്റാണ്. ഇത്രയും അസറ്റ്സ് ആണുള്ളത് ഓപ്പണിങ്ങിൽ. ലയബിലിറ്റീസ് ഒന്ന് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളുമാണ്. അപ്പോൾ അതെല്ലാം അതിലേക്ക് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ എഴുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇങ്ങനെ 2 എമൗണ്ടുകൾ ഒരേപോലെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ. ഈ രീതിയിൽ നിന്നാണ് ഞാൻ ചെയ്ത് പഠിപ്പിച്ചത്, ഓർക്കുന്നില്ലേ? അപ്പോൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും അതിലേക്ക് എഴുതുക. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലും ഈ ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് പറയുന്നത് എന്തുമായിരിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസും ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി, ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, വിഡ്രോവൽസിൻ്റെ എമൗണ്ടും ഉണ്ട്. ഇനി നമുക്ക് എന്ത് തയ്യാറാക്കാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാണ്? ക്ലോസിംഗ് ക്യാപിറ്റലിലാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് ദ എൻഡ് ഓഫ് ദി ഇയർ 1,66,000. അപ്പം അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് പറഞ്ഞാൽ 9,600 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 9,600 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ 10,000 ഉണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. അപ്പം അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലായ 1,30,000 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ പോസിറ്റീവ് ഫിഗർ ആണ് എങ്കിൽ പ്രോഫിറ്റും, നെഗറ്റീവ് ആണെങ്കിൽ ലോസും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് 35,600 അതെന്ന് പറയുന്നത് പ്ലസ് ഫിഗറാണ്. അതെന്ന് പറഞ്ഞാൽ ആ വർഷത്തെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A retail trader had not kept proper books of account, but from the following details you are required to ascertain the profit or loss for the year ended 30th June 2009 and also prepare statement of affairs as on that date. അപ്പം ഇവിടെയും ട്രേഡർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പർട്ടിക്കുലേഴ്സ് ഓപ്പണിങ്ങിലെ ലിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിങ്ങിലെ ലിസ്റ്റും ഉണ്ട്. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st June 2008 to 1st June അല്ല, ജൂലൈ 2008 to 30th June 2009 ആണ്. അപ്പോൾ അതെല്ലാം തന്നിട്ടുണ്ട്. ദെൻ ദ ഡ്രോയിങ്സ് ഫോർ ദ ഇയർ എമൗണ്ടഡ് ടു ₹2,600. ആ വർഷത്തെ ഇയറിലെ ഡ്രോയിങ്സ് ആണ് 2,600 എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ബൈ 10%, ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ കൊടുക്കണം. ആൻഡ് റൈറ്റ് ഓഫ് ₹300 ഓൺ മോട്ടോർ വാന്, മോട്ടോർ വാന് 300 രൂപയും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആസ് റിഗാർഡ്സ് ടു ദ ഡെറ്റേഴ്സ് ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ₹500 ആർ ഇർറിക്കവറബിൾ ആൻഡ് ക്രിയേറ്റ് ഫർദർ റിസർവ് ഓഫ് 5% ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രൊവിഷൻ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ റിസർവ് അല്ലേ. അപ്പോൾ ഇവിടെ 500 എന്ന് പറയുന്നത് ഇർറിക്കവറബിൾ ആണെന്ന് പറയുന്നത്. അതായത് സൺഡേ ഡെറ്റേഴ്സിൻ്റെ 500 നമുക്ക് കിട്ടത്തില്ല എന്ന് വെച്ചാൽ എന്താണ് അത്? ബാഡ് ഡെറ്റ് ആണ് അല്ലേ. ഇപ്പോൾ ₹500 ബാഡ് ഡെറ്റ് ഉണ്ട്. കൂടാതെ ഒരു ഫർദർ റിസർവ്, അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 5% വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ് ഫോർ ഓഫ് ₹700 വിത്ത് റെസ്പെക്ട് ടു ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിളുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് 700 വെക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ട്, അതായത് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഓപ്പണിംഗ് ലിസ്റ്റും ക്ലോസിംഗ് ലിസ്റ്റും വെച്ചിട്ട് എന്ത് തയ്യാറാക്കാം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ മുമ്പത്തെ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുക, ഓപ്പണിംഗ് ഡേറ്റ് കൊടുക്കുക, ഇവിടെ ക്ലോസിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ അസറ്റ് സൈഡിലും. ദെൻ എല്ലാ അസറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. ഇവിടെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ
നമുക്കറിയാം ഇവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അസറ്റാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഡെറ്റേഴ്സ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ലയബിലിറ്റിയാണ്. ബിൽസ് റിസീവബിൾ അസറ്റാണ്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് അസറ്റാണ്. മോട്ടോർ വാൻ അസറ്റാണ്. അപ്പോൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുക, ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടുന്ന ആ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലും ആയിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഡ്രോയിങ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വരയ്ക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ കണ്ടുപിടിച്ച 14,400. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 2,600 ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നുമില്ല, അതുകൊണ്ട് അതൊന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. 11,000 രൂപ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ആണ് അപ്പോൾ കിട്ടുന്നത്. കാരണം ഇനിയും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി ഇവിടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തെന്നാലാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 6,000 ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ കണ്ടോ, ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറിന് 10%, അതുപോലെ തന്നെ മോട്ടോർ വാന് 300 അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഫർണിച്ചറിൻ്റേത് 1,500 രൂപയാണ് ഫർണിച്ചറിൻ്റെ വാല്യൂ. അത് ഇൻറ്റു 10/100 അപ്പോൾ 150. മോട്ടോർ വാൻ്റേത് 300. ഇനി മറ്റെന്തൊക്കെയാണുള്ളത്? 500 ഈസ് ഇറിക്കവറബിൾ. 500 രൂപ സൺഡേ ഡെറ്റേഴ്സിൽ കിട്ടുകയില്ല എന്ന് മനസ്സിലായി. അതെന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് ആണ് അല്ലേ. അപ്പോൾ ബാഡ് ഡെറ്റ് വരുമ്പോഴും നമ്മളത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ. അപ്പം ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ 500 അതും എഴുതി. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് റിസീവബിളും ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം, ഇവിടെ ഒരു ഫർദർ ബാഡ് ഡെറ്റ് 500 വന്നിട്ടുണ്ട്. അപ്പോൾ സൺഡേ ഡെറ്റേഴ്സിൻ്റെ നേരെ 5% എടുക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം, സൺഡേ ഡെറ്റേഴ്സിൽ നിന്നും ഈ ഫർദർ ബാഡ് ഡെറ്റ് ആയിട്ടുള്ള ഈ ബാഡ് ഡെറ്റ് വന്നില്ലേ, ആ 500 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ 5% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 10,000 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ 500 രൂപ വരും. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് റിസീവബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 700 എന്ന് തന്നിട്ടുണ്ട്. അത് അപ്പോൾ ഇത്രയും എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് ഇത്രയും കൂടി ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 2,180 വരും. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇത്രയും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 3,850. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഫൈൻഡ് ഔട്ട് ദി ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആസ് ഓൺ 1/1/1998. 98 ഓപ്പണിംഗ് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ഇതെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമുക്കറിയാം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ആണ്. റിട്ടേൺ ഇൻവേർഡ്സ്, വിറ്റ സാധനം തിരികെ വന്നാണ്, ഇൻവേർഡ് വന്നാണ്, സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ വരുമ്പോൾ നമുക്കറിയാം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, 45,000 രൂപ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടി. അതായത് ഡെറ്റേഴ്സ് തരാനുണ്ടായിരുന്നവർ 45,000 രൂപ തന്നു. അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഡിസ്കൗണ്ട് അലൗഡ് ടു ദം, ഡെറ്റേഴ്സിന് നമ്മളൊരു 3,000 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു, കിഴിവ് കൊടുത്തു. അപ്പോൾ അത് കുറച്ചല്ലേ ഇനി കിട്ടത്തുള്ളൂ. അപ്പോൾ 3,000 രൂപയ്ക്ക് ഡെറ്ററിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ബിൽസ് റിസീവബിൾ ഫ്രം കസ്റ്റമേഴ്സ്, ഈ ഡെറ്റേഴ്സ് 17,000 രൂപയുടെ ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട്. ബില്ല് അതായത് അപ്പോൾ കസ്റ്റമർ ഡെറ്റർ അത്രയും തുകയ്ക്കുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ബിൽസ് റിസീവബിൾ അത്രയും വാല്യൂ ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് തന്നതാണ്. അപ്പം എന്ത് ചെയ്യുന്നു, അത്രയും തുകയ്ക്ക് ബിൽസ് ഡെറ്റർ എന്ന് പറയുന്ന പൊസിഷൻ അയാളുടെ മാറുകയാണ്. കാരണം എന്ത് ചെയ്യുന്നു, അയാൾ ബിൽസ് റിസീവബിൾ നമുക്ക് തരുന്നു. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ബില്ല് നമുക്ക് തരുന്ന സ്ഥിതിക്ക് അയാളുടെ ഡെറ്റർ എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അതുകൊണ്ട്
പിന്നെ ബാഡ് ഡെറ്റ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡെറ്റർ എന്ന് അറിയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ ഡിസോണേഡ്. ഇപ്പം നോക്കിക്കേ, ഇവിടെ 17,000 രൂപയുടെ ബില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 3,500 രൂപ തരാനുണ്ടായിരുന്നവർ പറഞ്ഞ സമയത്ത് തന്നില്ല. അപ്പം അങ്ങനെ തരാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയപ്പം ഡെറ്റർ എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ അത് ഡിസോണർ ആവുന്ന സ്ഥിതിക്ക് വീണ്ടും അയാളെ എന്താക്കി പ്ലേസ് ചെയ്യുന്നു? ഡെറ്ററായി പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും തുകയ്ക്ക് സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ? പിന്നെ ഡെറ്റേഴ്സ് ഓൺ 31/12/1998 എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഏതായിരിക്കും? ക്രെഡിറ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഇത്രയും ആണുള്ളത്. ദെൻ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡെറ്റർ എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസും ക്രെഡിറ്റ് സൈഡിൽ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസും എല്ലാം എഴുതുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നതായിരിക്കും ആ വർഷത്തെ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 66,000 രൂപയുടെ ക്രെഡിറ്റ് സെയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ക്യാൻ ബി അസർട്ടൈൻഡ് ഫ്രം ദി ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണോ? അല്ല. ബാലൻസ് ഷീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണോ? അതുമല്ല. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് അല്ലേ? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് കണ്ടെത്തുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയാണോ? നോക്കിക്കേ, സെയിലാണ്. ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്? ഡെറ്റേഴ്സ് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത് അല്ലേ? അപ്പം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലേ? നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ടു ബൈ മിസ്റ്റർ ഇൻകംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് തന്നിട്ടുള്ള വിവരത്തിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ഉണ്ട്, അറ്റ് ദി എൻഡ് ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. നമുക്കറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കുക. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റൽ 1,80,000. അതിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ഇവിടെയുണ്ട് 20,000, അത് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റലായ 30,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ കിട്ടും. അതിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് 1,50,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഫിഗർ പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും നെഗറ്റീവ് ആണെങ്കിൽ ലോസുമായിരിക്കും. അപ്പോൾ ഇവിടെ +20,000 ആണ്, അതായത് ആവശ്യത്തെ പ്രോഫിറ്റാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 10 വർഷത്തിന് മുകളിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഇതോടുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ.